രേണുസുതി മൂന്നാമത് കല്യാണം കഴിക്കുന്നത് ആര്? പേരിലെ സുതി മാറ്റുമെന്ന് രേണുസുതി. ഇനി 1.5 വർഷം കൂടി ബാക്കിയുണ്ട്. അറിയപ്പെടുന്ന കലാകാരനായിരുന്നു കൊല്ലം സുതി. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു രേണുസുതി. കൊല്ലം സുതി വാഹന അപകടത്തിൽ മരണപ്പെട്ടതിന് പിന്നാലെയാണ് രേണുസുതി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി തുടങ്ങുന്നത്. ആദ്യം റീൽസുകളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് രേണുവിനെ തേടിയെത്തിയത് വലിയ വലിയ അവസരങ്ങളാണ്. വൈകാതെ ആൽബം ഷൂട്ടുകളിലും ഉദ്ഘാടന ചടങ്ങുകളിലുമൊക്കെ രേണു താരമായി മാറി. ആദ്യം ചെറിയ തുകയ്ക്കാണ് രേണു ഫോട്ടോഷൂട്ടുകളിലും ഉദ്ഘാടന ചടങ്ങുകളിലും അഭിമുഖങ്ങളിലും പങ്കെടുത്തിരുന്നത്. മുതൽ ഇന്ന് വരെയും കൊല്ലം സുതി എന്ന കലാകാരന്റെ പേരിലായിരുന്നു രേണു അറിയപ്പെട്ടിരുന്നതും. എന്നാൽ അധികം വൈകാതെ തന്നെ ബിഗ് ബോസിൽ എത്തിപ്പെട്ടതോടെ രേണുവിന്റെ ജീവിതം തന്നെ മാറി. ബിഗ് ബോസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ആയില്ലെങ്കിലും അതിൽ നിന്നിറങ്ങിയ ശേഷം രേണുവിന് തിരക്കോട് തിരക്ക് തന്നെയായിരുന്നു. ഉദ്ഘാടന ചടങ്ങുകളും അഭിമുഖങ്ങളും പങ്കെടുക്കുന്നതിനുള്ള പ്രതിഫലവും വർദ്ധിച്ചു. ഗൾഫിൽ നിരവധി ഉദ്ഘാടന ചടങ്ങുകളിൽ രേണു പങ്കെടുത്തു. നാട്ടിലും റെസ്റ്റോറൻറ്റുകളിലും ബ്യൂട്ടി പാർലറുകളും ഉദ്ഘാടനം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അതിനിടെ ഒരുപാട് വിമർശനങ്ങളാണ് രേണു നേരിട്ടിട്ടുള്ളതും. കൊല്ലം സുതിയുടെ മരണത്തിന് പിന്നാലെ രേണുസുതിക്കും മക്കൾക്കും താമസിക്കുവാൻ ഭൂമി സൗജന്യമായി നൽകിയ ബിഷപ്പിനെതിരെ തിരിഞ്ഞതാണ് രേണുവിന് ഏറ്റവും കൂടുതൽ വിനയായി മാറിയതും. ഇതുകൂടാതെ വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഫിറോസ് എന്ന വ്യക്തിയെ അപമാനിച്ചതും വിമർശനങ്ങളുടെ ശക്തി കൂട്ടുകയായിരുന്നു. ബിഷപ്പിനെ തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതോടെ സൗജന്യമായി വിട്ടു നൽകിയ ഭൂമിയുടെ ആധാരം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബിഷപ്പ് കോടതിയെ സമീപിച്ചു. അതേസമയം രേണുസുതിയാകട്ടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. അതിനിടെ രേണുവിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും പരന്നു. രേണു ഒരു മുസ്ലിം യുവാവുമായി പ്രണയത്തിൽ ആണെന്നുള്ള പ്രചാരണങ്ങൾ രേണു തള്ളിക്കളഞ്ഞതുമില്ല. എന്നാൽ ഇപ്പോൾ തന്റെ വിവാഹത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് രേണു. ഇന്ന് ഞാൻ കൊല്ലം സുതിയുടെ ഭാര്യ തന്നെയാണ്. അടുത്ത വർഷം വേറെ ഒരാളുടെ ഭാര്യയായാൽ എൻ്റെ കഴുത്തിൽ ആരെങ്കിലും താലിയോ മിന്നോ ചാർത്തിയാൽ ഞാൻ ഇപ്പോഴുള്ള പേര് മാറ്റും. ഇന്നും ഞാൻ കൊല്ലസുതിയുടെ ഭാര്യ രേണുസുതിയാണ്. കല്യാണത്തിന് 2 വർഷത്തെ സമയം തന്നിട്ടുണ്ട്. ഇനി 1.5 വർഷം കൂടിയേ ബാക്കിയുള്ളൂ. 3ാമത്തെ കല്യാണം എന്നാണ് ആളുകൾ പറയുന്നത്. ഈ ഇരിക്കുന്ന സമയം വരെയും ഞാൻ രേണുസുതി എന്ന അതുല്യ കലാകാരന്റെ ഭാര്യ തന്നെയാണ്. അദ്ദേഹം അസാധ്യ ആർട്ടിസ്റ്റ് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ നിയമപരമായിട്ടുള്ള ഭാര്യയാണ് ഞാൻ ഇപ്പോഴെന്നും രേണു പറയുന്നു.